അഞ്ജലി, നിനക്കൊരു രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട് കേരളത്തിൽ നിന്നാ. കേരള? ആ, നോക്ക്. മലയാളം വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. നീ ഒന്ന് വായിക്കേ. താങ്കളുടെ ഉടമസ്ഥതയിൽ തൃക്കോട്ടൂർ വില്ലേജിൽ നെടുവത്തൂർ ദേശത്ത് 73/2-ൽപ്പെട്ട 80 സെന്റ് സ്ഥലത്ത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് അക്വയർ ചെയ്യേണ്ടതിനാൽ താങ്കൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം നേരിട്ട് നെടുവത്തൂർ സ്പെഷ്യൽ തഹസീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് എന്ന് സ്പെഷ്യൽ തഹസീൽദാർ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, തൃക്കോട്ടൂർ, കേരള ഡിവിഷൻ. അഞ്ജലി, നിന്റെ അച്ഛന്റെ പേരിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യല്ലേ, നീ കോണ്ടാക്ട് ചെയ്തേ പറ്റൂ. അതിന് ഈ സ്ഥലം എവിടെയാ? ഓ, അത് കണ്ടുപിടിക്കാനാണോ ഇത്ര വലിയ പ്രയാസം? നമുക്ക് ഗൂഗിൾ ചെയ്യാന്നേ. ജാനകി ടീച്ചർ അവരുടെ മകൻ സുഭാഷ് ചന്ദ്രന് നൽകിയ ഭൂമി എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അവകാശികളിൽ അഞ്ജലി എന്ന പേരുണ്ട്. ഈ സുഭാഷ് ചന്ദ്രൻ നിങ്ങളുടെ അച്ഛനല്ലേ? അതെ. രേഖകൾ പ്രകാരം ഇപ്പോൾ നിങ്ങളാണ് ഈ സ്വത്തിന്റെ അവകാശി. ഞങ്ങൾക്ക് നിങ്ങളുടെ അനുമതിയാണ് ആവശ്യം. നമുക്കൊന്ന് സൈറ്റ് വരെ പോയാലോ? മാഡം, ഇറങ്ങിക്കോളൂ. തുറക്കാൻ പറ്റുന്നില്ല, പൊട്ടിച്ചോട്ടെ. നോ. എക്സ്ക്യൂസ് മീ. യെസ്. ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാമോ പ്ലീസ്? ഡോ, ആ ഡോർ ഒന്ന് തുറന്നു കൊടുക്ക്. ആരാ? ജാനകി ടീച്ചർ അല്ലേ? അതെ, മനസ്സിലായില്ല. ഞാൻ അഞ്ജലി ഫ്രം ബാംഗ്ലൂർ. എന്റെ അച്ഛമ്മേ എന്നെ നോക്കി നിൽക്കുന്നേ, എന്നെ മനസ്സിലായില്ലേ? എന്റെ പൊണ്ണ് അച്ഛമ്മേ. അഞ്ജലി മോളെ, ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. അച്ഛമ്മ
എന്താണ് അച്ഛമ്മേ? ഒന്ന് വന്നേ. എന്താ അച്ഛമ്മേ? ഇതാരാന്നറിയോ? ശേഖരൻകുട്ടി. ഹായ്, നമ്മുടെ റിലേഷനാ? റിലേഷനേക്കാളും മേലെയൊന്ന് കൂട്ടിക്കോളൂ കേട്ടോ. പട്ടാളക്കാരനാ. ഓ, സോൾജർ. ഹായ്. ഇതെന്താ സ്വീറ്റ്സ് ഒക്കെ? ആ, ഇത് ഇവന്റെ ഒരു പതിവാ. എപ്പ ലീവില് വരുമ്പോഴും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പലഹാരങ്ങളായിട്ടാ എന്നെ കാണാൻ വരാ. ആണോ? എങ്ങനുണ്ട്? നൈസ്. ഞാൻ ഇപ്പൊ വരാം. ആ, Maybe we are poor, coolies, trolley pullers, but we are not beggars. You enjoy the status in life because of our sweat and blood. Let it be the last time. If you dare to utter that word once more, I will pull out your bloody tongue out. സൂപ്പർ. അസലായിട്ടുണ്ട് കേട്ടോ. Thank you. ജയൻ തന്നെ. അമിതാഭ് ബച്ചനും കമലഹാസനും കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാ ആരെ കാണിച്ചാലും ജനായി. നല്ല കഴിവുണ്ട് കേട്ടോ ശേഖരൻകുട്ടിക്ക്. അങ്ങനൊന്നുമില്ല. ജയേട്ടൻ മരിച്ചു പോയിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ സിനിമ നടനാക്കിയത്. കഷ്ടായി. അതേന്ന് ജയേട്ടനെ പോലൊരു സാഹസിക നടനാവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ജിമ്മിൽ പോയി മസില് പെരുപ്പിച്ച് ഈ കളരിപ്പയറ്റിലെ നെടുപടി പ്രയോഗങ്ങളും മെയ് അഭ്യാസങ്ങളും അതൊക്കെ പഠിച്ചു. പക്ഷെ എന്റെ സിനിമാ ഭ്രാന്ത് അച്ഛനും അമ്മയും മുളയിലേക്ക് കരിച്ച് കളഞ്ഞു. പിന്നെ അച്ഛന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പട്ടാളത്തിൽ ചേരുമായിരുന്നു. ടീച്ചറമ്മക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ. പിന്നെ അല്ലെങ്കിൽ ഞാനിപ്പോ ആരാ? മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആയനെ. സൂപ്പർ സ്റ്റാർ ശേഖരൻകുട്ടി. ഈ തല്ലിപ്പൊളി പേരൊന്നുമായിരിക്കില്ല, അതൊക്കെ മാറ്റിയിട്ടുണ്ടാവും. പക്ഷെ കളരി പഠിച്ചതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് കേട്ടോ. അരുണാചൽ പ്രദേശിലെ ചാങ്ലാങ് ഫോറസ്റ്റിൽ വെച്ച് തീവ്രവാദികളുമായി ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ടുണ്ട് ഞാൻ. ഒറ്റയ്ക്കോ? അതെ, ചാങ്ലാങ് ഓപ്പറേഷൻ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു. പകലാണോ രാത്രിയാണോ എന്നറിയാത്തത്ര ഇരുട്ടായിരുന്നു കാട്ട്. ഏകദേശം 50 അടി ഡിസ്റ്റൻസ് വെച്ചായിരുന്നു തീവ്രവാദികളെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. ആ ഓപ്പറേഷനിൽ ഞങ്ങളുടെ ടീം പലയിടങ്ങളെ ചിന്നിച്ചെതറിപ്പോയി. അങ്ങനെ ഞാനും മെഡിക്കൽ കോറിലെ രൺവീർ സിംഗും കാട്ടിൽ ഒറ്റപ്പെട്ടു. തീവ്രവാദികളുടെ കണ്ണിപ്പെടാതെ ഈ കാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പെട്ടെന്ന് എവിടെ നിന്നറിയില്ല ഈ ഗ്രനേഡുകളിനെ ചീറിപ്പാഞ്ഞു വരുവാ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ കുറച്ചകലെ മാറി 6 അടി നീളമുള്ള മുളവടി ഞാൻ കണ്ടു. ഞാൻ ചാടിപ്പാഞ്ഞ് ഓതിരം പറഞ്ഞ് ഈ മുളവടി കയ്യിലാക്കി. ഈ മോളിൽ നിന്ന് വരുന്ന ചീറിപ്പാഞ്ഞ് വരുന്ന ഗ്രനേഡുകൾക്ക് നേരെ ഞാൻ ഈ മുളവടി വെച്ചിട്ട് നമ്മുടെ നെടുവടി പ്രയോഗം നേരത്തെ പറഞ്ഞു അതങ്ങ് തുടങ്ങി. ഈ വരുന്ന ഗ്രനേഡുകൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നെടുവടി വെച്ചിട്ട് ഞാൻ തട്ടി തെറിപ്പിച്ചു. ദൂരേക്ക് വീണിട്ട് ഇത് പൊട്ടിത്തെറിച്ചു തുടങ്ങി. അവസാനം ഒരു പോറല് പോലും ഏൽക്കാതെ ഞാനും രൺവീർ സിംഗും ചാങ്ലാങ് കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. ടീച്ചറമ്മയ്ക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. പറഞ്ഞോളൂ. പക്ഷെ ഈ നെടുപടി പ്രയോഗം അത്ര നിസാര. ഹെലികോപ്റ്ററിന്റെ ഫാനിന്റെ അത്ര സ്പീഡുണ്ടോ? എന്റെ ശേഖരൻകുട്ടിയെ 19 കൊല്ലം ഒരു പട്ടാളക്കാരന്റെ കൂടെ ജീവിച്ചോളാം ഞാൻ. കല്യാണം കഴിഞ്ഞ സമയത്ത് മൂപ്പരടുത്ത് കുറേ ഞാൻ കേട്ടതാ സഹിക്കാൻ പറ്റാത്ത പട്ടാള വിടലുകള്. പക്ഷേ നിന്റെ ഈ വിടലിന് മുന്നിലുണ്ടല്ലോ മൂപ്പരുടെ വിടലേ ഒന്നുമല്ല മോനെ, ഒന്നുമല്ല. ഞാൻ പറഞ്ഞ സത്യമാണ്. ആ നെടുമ്പടി ഇപ്പോഴും ഉണ്ടോ ശേഖരൻകുട്ടിയുടെ കയ്യിൽ? ഇപ്പോഴില്ല.
എന്ത് രസമുള്ള സ്ഥലം. ഇവിടുന്ന് പോവാൻ തോന്നണേ ഇല്ല. ആണോ? അതാണ് കേരളം. ഹേയ്, ഹലോ. അതെന്നാ ശേഖരൻകുട്ടി മൈൻഡ് ചെയ്യാണ്ട് പോയത്? ആ അത് തന്നെ ഞാനും നോക്കുന്നത്. വാ. ഹലോ, ആരാ? സോറി, കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ആളെ തിരിച്ചറിഞ്ഞില്ല. അതിന് കൂളിംഗ് ഗ്ലാസ് വെച്ചത് ശേഖരൻകുട്ടിയല്ലേ, ഞങ്ങളല്ലാലോ? നാട് കാണാൻ ഇറങ്ങിയതായിരിക്കും. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? പിന്നെ പക്ഷെ നടന്നു നടന്നു ക്ഷീണിച്ചു. എന്നാ പിന്നെ കഴിക്കോ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വാ. അപ്പോ അമ്മിനി? കുഴപ്പമില്ല, എനിക്കിവിടെ അടുത്തല്ലേ. പൊക്കോ, ഓക്കേ. ഞാൻ പൊക്കോളാം. നോക്കി. ബൈ. ഇങ്ങനെ ബൈക്കിൽ കറങ്ങി സ്ഥലങ്ങൾ കാണുന്ന ഒരു സുഖ. ശരിയാ, ഞാൻ ബാംഗ്ലൂർ MG റോഡിലൂടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ബൈക്കിൽ തന്നെയാ പോകാറ്. ആഹാ, ബാംഗ്ലൂർ സിറ്റിയിലൂടെ ബൈക്ക് ഓടിക്കാൻ നല്ല എക്സ്പീരിയൻസ് വേണം. നല്ല തിരക്കല്ലേ? കറക്റ്റ്, നല്ല എക്സ്പീരിയൻസ് വേണം. ഞാൻ ഇതുവരെ ഓടിക്കാത്ത ബൈക്ക് ഉണ്ടെങ്കിൽ അത് ബുള്ളറ്റ് മാത്ര. ആണോ? എന്താ എന്തു പറ്റി? ഇവിടുന്ന് അങ്ങോട്ട് അഞ്ജലി ഓടിച്ചാൽ മതി. അല്ല, ഞാൻ പിന്നെ ഓടിച്ചോ. ഇല്ല, ഇറങ്ങി 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 ഇറങ്ങിയ ഇറങ്ങിയ. ഒരാഗ്രഹവും പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. കേറിക്കോ, കേറി കേറി. എടുത്തോ. അഞ്ജലി, അഞ്ജലി. അഞ്ജലി, അഞ്ജലി. അഞ്ജലി, അഞ്ജലി. അഞ്ജലി, ഇതേതാ സ്ഥലം? ബാംഗ്ലൂരെ MG റോഡ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയ യമലോകം. എന്നാ ഒരു സത്യം പറയട്ടെ, എനിക്ക് ആകെ അറിയാവുന്നത് സൈക്കിൾ മാത്രമേ ഉള്ളൂ. ബൈക്കിനെ കുറിച്ചൊരു പിടിയുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കാ. 2 ദിവസത്തിനുള്ളിൽ യൂണിറ്റ് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രോബ്ലം. എപ്പോഴാ നീ തിരിച്ചു വരണേ? കാർഗിൽ വാർ കഴിഞ്ഞ് ആ സെക്കൻഡ് ഞാൻ ഇവിടെ തിരിച്ചെത്തും. എന്നിട്ട് നിന്റെ ഡാഡിയോട് സംസാരിച്ച് ഉറപ്പിച്ച് നമ്മുടെ കല്യാണം. ഡാഡിയുടെ ആറ്റിറ്റ്യൂഡ് എന്താവുന്ന എനിക്ക് പേടി. എന്തിനാ പേടിക്കുന്നേ? ടീച്ചർ അമ്മയില്ലേ നമ്മുടെ കൂടെ. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇനി തിരിച്ചൊരു യാത്ര ബാംഗ്ലൂർക്കില്ല. അതേതായാലും നന്നായി. എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? അവൾക്കൊരാളെ ഇഷ്ടാണെന്നല്ലേ പറഞ്ഞുള്ളൂ. ആ ഇഷ്ടം നടക്കില്ല. ഇവളുടെ കാര്യത്തിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. നീ എടുത്ത എല്ലാ തീരുമാനങ്ങളും ശരിയായിരുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഞാൻ പറയണത്, എനിക്ക് പറ്റിപ്പോയ അബദ്ധം ഇവളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ശേഖരൻകുട്ടിയെ എനിക്കറിയാം. എന്തുകൊണ്ട് അഞ്ജലിക്ക് വിശദീകരിച്ചത്. നാളെ രാവിലെ ബാംഗ്ലൂർക്ക് പോകാൻ റെഡി ആയിക്കൊള്ളണം. അമ്മയോടും കൂടിയാ പറയണത്. ഇനിയൊരു തിരിച്ചുവരവ് ഈ വീട്ടിലേക്കില്ല. നീ ഇത് എങ്ങോട്ടാ ഇത്ര സ്പീഡില്? ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണം.
പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറയാറായിട്ടില്ലെങ്കിലും യു ആർ ഓക്കെ. എനിക്ക് എന്തെവിടുന്ന് പോകാൻ കഴിയും ഡോക്ടർ? അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, അഞ്ജലി ഇവിടെ അഡ്മിറ്റ് ആയിട്ട് എത്രയാണെന്നറിയോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. 4 months. അതിൽ 2 months ടോട്ടലി അൺകോൺഷ്യസ് ആയിരുന്നു. ഐ മീൻ ഒരു കോമ സ്റ്റേജിന്റെ എഡ്ജിൽ. ബട്ട് യു ആർ സേവ്ഡ്. അന്നത്തെ ആക്സിഡന്റിൽ 2 വാഹനങ്ങളിൽ നിന്ന് വീണത് കവിനീരോരല്ല. കുറച്ചുപേർ രക്ഷപ്പെട്ടു, കുറച്ചുപേർ മിസ്സിംഗ്, ഇൻക്ലൂഡിംഗ് യുവർ ഡാഡ്. ആ യാത്രയിൽ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു യാത്ര പോയത് പോലും എനിക്ക് ഓർമ്മയില്ല ഡോക്ടർ. ഹെഡ് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ആക്സിഡന്റിന് തൊട്ടു മുമ്പ് നടന്ന പല കാര്യങ്ങളും വൈപ്പ് ഔട്ടായി പോകാം. ഇത്തരം അവസ്ഥയെ പോസ്റ്റ് ട്രോമാറ്റിക് അംനീഷ്യ എന്ന് പറയും. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അത്ര കാര്യമാക്കണ്ട. എത്രയോ കേസുകൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. മേ ബി ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരസ്പരം പൊരുതി തീർക്കാനുള്ളതല്ല. അഞ്ജലി എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. സ്നേഹത്തോടെ, ശേഖരൻകുട്ടി. Shut your bloody mouth.